പത്തനംതിട്ട തിരുവല്ലയിലെ സ്വകാര്യ ഹോട്ടലിൽ 1.5 വർഷം മുൻപ് യുവതിക്കൊപ്പം മുറിയെടുത്തതാണ്. ഇവിടെ 1 മണിക്കൂർ അവർക്കൊപ്പം ചിലവഴിച്ചു. ഹോട്ടലിലെ തെളിവെടുപ്പിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA SITക്ക് നൽകിയ മൊഴിയാണിത്. എന്നാൽ പീഡനത്തെക്കുറിച്ചുള്ള ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് മൗനമായിരുന്നു മറുപടി. അതിനിടെ പീഡനത്തിന് ശേഷമുള്ള അതിജീവിതയുടെ വാട്സാപ്പ് ചാറ്റ് പുറത്തുവിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സുഹൃത്ത് ഫെനി നൈനാൻ രംഗത്തെത്തി. ചില കാര്യങ്ങൾ പറയാനുണ്ടെന്നും ഫ്ലാറ്റിൽ വെച്ച് കാണുന്നതാണ് സുരക്ഷിതമെന്നും പരാതിക്കാരി പറയുന്ന ചാറ്റുകളാണ് ഫെനി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. ഇതിന് പിന്നാലെ ഫെനിക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പീഡനക്കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുമായി തിരുവല്ലയിലെ സ്വകാര്യ ഹോട്ടലിലെത്തി തെളിവെടുപ്പ് നടത്തിയപ്പോഴാണ് ഇയാൾ വെളിപ്പെടുത്തൽ നടത്തിയത്. 2024 ഏപ്രിൽ 8-ന് ഹോട്ടലിലെത്തിയെന്ന് രാഹുൽ സമ്മതിച്ചു. പരാതിക്കാരിയുടെ പേരിലാണ് മുറിയെടുത്തത്. മുറി തിരിച്ചറിഞ്ഞ രാഹുൽ യുവതിക്കൊപ്പം ഇവിടെ 1 മണിക്കൂർ ചിലവിട്ടെന്ന് പറഞ്ഞു. എന്നാൽ പീഡനത്തെക്കുറിച്ചുള്ള ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് മൗനമായിരുന്നു മറുപടി. ഹോട്ടൽ രജിസ്റ്ററിൽ രാഹുലിന്റെ പേര് രാഹുൽ BR എന്നാണ് നൽകിയിരിക്കുന്നത്. സന്ദർശക രജിസ്റ്ററിന് പകരം മുറി ബുക്ക് ചെയ്ത സംവിധാനത്തിൽ തന്നെയാണ് രാഹുലിന്റെ പേരെന്നാണ് സൂചന. ഇതേ വിവരങ്ങൾ ഹോട്ടലിലെ സിസ്റ്റത്തിലുമുണ്ട്. മുറിയുടെ വാടക നൽകിയത് താനാണെന്ന് അതിജീവിതം നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. സംഭവ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ കണ്ടെടുക്കാനായില്ലെന്ന സൂചനയാണ് അന്വേഷണ സംഘം നൽകിയത്. അത്രയും പഴയ ദൃശ്യങ്ങൾ സൂക്ഷിച്ചിട്ടില്ലെന്നായിരുന്നു ഹോട്ടലിൽ നിന്ന് ലഭിച്ച മറുപടി. ദൃശ്യങ്ങൾ വീണ്ടെടുക്കാനായി CCTV ഹാർഡ് ഡിസ്ക് ശേഖരിച്ചിട്ടുണ്ട്. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 3ാമത്തെ ബലാത്സംഗ കേസിൽ പരാതിക്കാരിക്കെതിരെ രാഹുലിന്റെ സുഹൃത്ത് ഫെനി നൈനാൻ രംഗത്തെത്തി. രാഹുലിനെ സ്വകാര്യമായി കാണണമെന്ന് 2 മാസം മുൻപും യുവതി ആവശ്യപ്പെട്ടു. രാത്രിയായാലും കുഴപ്പമില്ല എന്ന് അറിയിച്ചുവെന്നാണ് ഫെനി നൈനാൻ അവകാശപ്പെടുന്നത്. പരാതിക്കാരിയുമായുള്ള വാട്സാപ്പ് ചാറ്റ് എന്ന പേരിൽ സ്ക്രീൻഷോട്ടുകളും ഫെനി ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. 2024-ൽ 3 മണിക്കൂർ ബലാത്സംഗം ചെയ്ത ആളെ 2025 ഒക്ടോബറിൽ അതേ 3 മണിക്കൂർ ഒറ്റയ്ക്ക് കാണണമെന്ന് പറയുന്നതിന്റെ ലോജിക്ക് എന്താണെന്നും ഫെനി ചോദിച്ചു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയുടെ രഹസ്യമൊഴി വീഡിയോ കോൺഫറൻസിംഗ് വഴി രേഖപ്പെടുത്താൻ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചു. ഇവർ താമസിക്കുന്ന വിദേശ രാജ്യത്തെ ഇന്ത്യൻ എംബസി മുഖേന ഇതിന് സൗകര്യം ഏർപ്പെടുത്തും. ഈ രീതിയിൽ മൊഴിയെടുക്കാൻ അനുമതി തേടി 19-ന് SIT ഹൈക്കോടതിയിൽ അപേക്ഷ നൽകും. ഇമെയിൽ വഴി ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലെടുത്ത കേസിലാണ് കഴിഞ്ഞ ദിവസം രാഹുലിനെ അറസ്റ്റ് ചെയ്തത്. ഇമെയിൽ പരാതിയിൽ 3 ദിവസത്തിനകം പരാതിക്കാരി നേരിട്ട് ഹാജരായി ഒപ്പിടണമെന്ന വ്യവസ്ഥ പാലിച്ചിട്ടില്ലെന്നും അതിനാൽ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നുമാണ് രാഹുലിന്റെ വാദം. ന്യൂസ് 18 പത്തനംതിട്ട. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.